നമ്മുടെ ഇടയിലുള്ള ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് പല്ല് ക്ലീൻ ചെയ്താൽ നമ്മുടെ ഇനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. അതിനെ ചുറ്റിപ്പറ്റി തന്നെ ഒരുപാട് സംശയങ്ങൾക്ക് ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ റംഷിത, ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒന്നാമത്തെ തെറ്റിദ്ധാരണയാണ് സ്കെയിലിംഗ് അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോസ്മെറ്റിക് പ്രൊസീജിയറാണ്, നമ്മൾ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ എല്ലാവരുടെയും ഡൗട്ട്. അപ്പോൾ ഭംഗി കൂട്ടാൻ മാത്രമല്ല, അതൊരു ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. നമ്മളൊരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവർ നമുക്ക് ക്ലീനിങ് പ്രൊസീജിയർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പല്ല് വെളുപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മോണയിൽ പഴുപ്പുണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ പല്ലിൽ ഒരുപാട് അഴുക്കുകൾ അടിഞ്ഞു കൂട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനും കൂടെയുള്ള ഒരു പ്രൊസീജിയറാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഡൗട്ടാണ്, നമ്മൾ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരും എന്നുള്ള ഡൗട്ട്. സത്യം പറയാമെന്ന് വെച്ചാൽ നമ്മളുടെ പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരികയല്ല ചെയ്യുന്നത്, ഗ്യാപ്പ് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പല്ലിൽ അഴുക്കുകൾ അടിഞ്ഞുകൂടി നമ്മുടെ പല്ലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ മുഴുവനും ഈ അഴുക്കുകൾ വന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഈ ടാർട്ടാർ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മളെ പല്ലിൻ്റെ ഇടയിൽ തീരെ ഗ്യാപ്പില്ലാത്ത വിധം നമ്മൾ അഴുക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ക്ലീനിങ് ചെയ്തതിന് ശേഷം ഈ അഴുക്കെല്ലാം പോകുമ്പോൾ നമ്മളെ പല്ലിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പ് കുറച്ച് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അത് പിന്നീട് ആ ഗ്യാപ്പ് പല്ലുകൾ തന്നെ ഒന്നിച്ച് ചേർന്ന് നിന്ന് അത് ഫില്ലാകും. അല്ലാതെ ഒരിക്കലും ഒരു സ്കെയിലിംഗ് വഴി നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാണ് സ്കെയിലിംഗ് ചെയ്യണത്. അപ്പം മൂന്നാമത്തെ സംശയമാണ് സ്കെയിലിംഗ് ചെയ്യുന്നത് വഴി നമ്മുടെ പല്ല് ലൂസാകുന്നു എന്നുള്ളത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ടാർട്ടാർ നമ്മളെ വായിലുള്ള അഴുക്കുകൾ അടിഞ്ഞുകൂടി ടാർട്ടാർ രൂപത്തിലാകും. അത് നമ്മുടെ പല്ലിൻ്റെ അടിയിലുള്ള ബോണിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് നമ്മുടെ പല്ല് നിൽക്കുന്നത് തന്നെ ആ ബോണിലാണ്. അപ്പോൾ ആ ബോണ് അഴുകുന്നത് വഴി നമ്മുടെ പല്ലൊന്ന് ലൂസാകും. അപ്പോൾ നമ്മൾ ക്ലീനിങ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് നല്ലോണം ഫീൽ ചെയ്യുക. ആ ടാർട്ടാർ അവിടെ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ പല്ലിനെ അവിടെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തും. ആ ടാർട്ടാർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ പല്ല് എന്തോ ലൂസായ പോലെ. പക്ഷേ ഒറിജിനലി നമ്മൾ ആ ടാർട്ടാർ റിമൂവ് ചെയ്യണ വഴി നമ്മളെ പല്ലിനെയും അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ താഴെയുള്ള ബോണിനെയും സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുക. നമ്മളെ പല്ല് ലൂസാണെങ്കിൽ അതവിടെ ഫേമായിട്ട് നിൽക്കുകയാണ് സ്കെയിലിംഗ് വഴി ചെയ്യണത്. നാലാമത്തെ സംശയമാണ്, നമ്മൾ സ്കെയിലിംഗ് ചെയ്യണ വഴി നമ്മുടെ പല്ല് ഭയങ്കര സെൻസിറ്റീവ് ആവണമെന്നുള്ളത്, അതായത് പുളിപ്പ് അനുഭവപ്പെടുന്നു എന്നുള്ളത്. സത്യത്തിൽ നമ്മൾ സ്കെയിലിംഗ് ചെയ്യുന്ന ആ ഒരു 1-2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 24 hours നമുക്ക് ചിലപ്പോൾ പുളിപ്പ് അനുഭവപ്പെടാം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് കാരണം നമ്മുടെ ഇനാമൽ നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പല്ലിന് എന്തെങ്കിലും പറ്റുന്നതോ ഒന്നും അല്ല. അതുവരെ നമ്മുടെ പല്ല് മുഴുവനായിട്ട് ടാർട്ടാർ അല്ലെങ്കിൽ അഴുക്ക് കാരണം കവർ ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളൊരിക്കൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ അഴുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് പുതിയൊരു എൻവിറോൺമെൻറ്റിക്ക് എക്സ്പോസ്ഡ് ആവുകയാണ്. അതുവരെ അത് മുഴുവൻ അഴുക്ക് കവർ ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ ഈ അഴുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പല്ല് ഈ ഉമിനീരും അതുമായിട്ടുള്ള സറൗണ്ടിങ്സ്ക്ക് വരുമ്പോൾ ആ ഒരു സറൗണ്ടിങ്സിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് നമുക്ക് പുളിപ്പായിട്ട് അനുഭവപ്പെടുന്നത്. അതൊന്നോ ഒരു 24 hours 1-2 മണിക്കൂർ അല്ലെങ്കിൽ 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ അത് മാറുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡൗട്ടുള്ളതാണ് സ്കെയിലിംഗ് വഴി നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടുന്നു എന്നുള്ളത്. നമ്മുടെ ബോഡിയിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഇതാണ് നമ്മുടെ ടൂത്ത് ഇനാമൽ എന്ന് പറയുന്നത്. ഒരു സ്കെയിലിംഗ് വഴി അതല്ലെങ്കിൽ നമ്മൾ വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമാണ് ഒരു സ്കെയിലിംഗ് വഴി ഒരു പല്ലിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണത് സ്കെയിലർ വഴി. അത് കാരണം ഒരിക്കലും നമ്മളെ ഇനാമൽ നഷ്ടപ്പെടില്ല. സ്കെയിലിംഗ് ചെയ്യണ വഴി നമ്മളെ പല്ല് സ്ട്രോങ് ആവുകയും പല്ലിനിടയിലുള്ള ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുകയും അത് ബോണിൽ തന്നെ നല്ല ഉറച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഉണ്ടാവണ വായനാറ്റം അതുപോലെ തന്നെ നമ്മൾ ചോര വരിക അങ്ങനെയുള്ള എല്ലാ വായമായിട്ടുള്ള ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി നമ്മളെ പല്ലിനെ സ്ട്രോങ് ആക്കുകയാണ് നമ്മൾ സ്കെയിലിംഗ് വഴി ചെയ്യണത്. ഇതുവഴി നമ്മുടെ ഇനാമൽ നഷ്ടപ്പെടുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കെയിലിംഗ് ചെയ്യാൻ ഒട്ടും മടിക്കേണ്ട. നമ്മൾ ഇയർലി അതായത് ഓരോ 6 months കൂടുമ്പോൾ നമ്മളെ പല്ലൊന്ന് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മളെ മോണ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും മാറാനും സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.